ഹായ് ഫ്രണ്ട്സ്, മല്ലിപ്രോ എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇത് കണ്ടോ, ഇത് കോഴിക്കാലാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് റീൽസിലൊക്കെ വന്ന വീഡിയോ ആണ് കേട്ടോ ഇട്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ കോഴിക്കാല് റെഡിയാക്കി എടുക്കണം. പണ്ട് നമ്മൾ വേസ്റ്റായിട്ട് നമ്മൾ പട്ടിക്കും പൂച്ചയൊക്കെ കൊടുത്തിരുന്ന സാധനമാണ്. അപ്പോൾ പട്ടിക്കും പൂച്ചക്കും കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് ഫുഡിൻ്റെ വില പോകുന്നില്ല. ഏത് ഫുഡും കഴിക്കാനുള്ളതാണ്. അത് ആര് കഴിച്ചാലും അതിന് വിലയുണ്ട് കേട്ടോ. പട്ടിക്കും പൂച്ചയ്ക്ക് ഇതുപോലെയുള്ള വേസ്റ്റ് മാത്രമല്ല, നല്ല ഫുഡും നമ്മൾ കൊടുക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ പെറ്റ്സിനെയൊക്കെ അത്ര ഇതായിട്ട് നമ്മളെപ്പോലെ ഒരാളായിട്ട് തന്നെ കണ്ട് നമ്മൾ വളർത്തേണ്ടതാണ്. അപ്പോൾ ഞാനത് ഉപയോഗിച്ചെന്നുള്ളത് ജസ്റ്റ് പറയാൻ വേണ്ടി. അപ്പോൾ അത് കാലുകളെടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട ടൈം തൊട്ട് തന്നെ ശരിക്കും നമ്മുടെ കൈയുടെ ഒരു മിനിയേച്ചർ രൂപമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ സാധാ മലയാളികളെ പോലെ തന്നെ എനിക്കും ഇതൊക്കെ കഴിക്കാൻ വേണ്ടി കുറച്ച് പാടാണ് കേട്ടോ. എന്തോ മനസ്സിലൊരു അറപ്പോലെ ഒരു ഫീലുണ്ട്. എന്നാലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാക്സിമം നമ്മൾ ചെയ്യാൻ നോക്കുക. അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്ത കാര്യങ്ങളാണെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. അല്ല, ഉപദ്രവമായ കാര്യം നമുക്ക് ഇഷ്ടം അല്ലെന്നും പറഞ്ഞാൽ അതൊന്നും ചെയ്യാനൊന്നും ആരും നിൽക്കാതെ നമുക്ക് മറ്റുള്ള ഉപദ്രവം ഉണ്ടാക്കാതെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ് കേട്ടോ. അത് ഫുഡിൻ്റെ ഐറ്റത്തിലായാലും ഇപ്പോൾ നമുക്ക് അറപ്പുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ ചൈനയിലാണെങ്കിൽ നാഗാലാൻഡ് ഇവിടെയൊക്കെ പട്ടിയിറച്ചിയും അതുപോലെ തന്നെ മുതല അതുപോലെ തന്നെ പുഴുക്കളെയൊക്കെ തിന്നണയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള അറപ്പാണ്. എന്നാലും നമ്മൾ ജസ്റ്റ് അവിടെയൊക്കെ പോയി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ ഒരു വട്ടം ടേസ്റ്റ് ചെയ്ത് നോക്കുക. അത് ചിലപ്പോൾ നമ്മൾ കഴിച്ചിട്ട് തുപ്പിക്കളയാം, പക്ഷേ എന്നാലും അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് വേണം അതിൻ്റെ മുകളിലെ ആ തൊലിഭാഗം കളയാൻ വേണ്ടി കേട്ടോ. ആദ്യം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇത് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പോകുന്നതാണ് യൂട്യൂബ് ഷോർട്ടിലൊക്കെ കണ്ടേക്കണത്. അതിൽ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി പൊളിച്ചെടുക്കണ പോലെയൊക്കെയാണ് അവർ ഈ കാലേന്നുള്ള ഇതൊക്കെ പൊളിച്ചെടുക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഇച്ചിരി ടഫായിരുന്നു. ഇത് കുറച്ച് ഭാഗമായിട്ടാണ് പൊളിഞ്ഞു പോകുന്നത്. ആദ്യം കൈവച്ച് പൊളിച്ചെടുക്കാൻ നോക്കി, പിന്നെ നമ്മൾ കത്തി ഉപയോഗിച്ചാണ് പൊളിച്ചെടുത്തത്. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് ഡിപ്പ് ചെയ്തിരുന്നു കേട്ടോ. ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വെന്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടിയില്ല കേട്ടോ. മാത്രമല്ല അത് മാംസഭാഗം കുറച്ചുള്ളത് ഇങ്ങോട്ട് ഇതിന് പറ്റി പോരുകയും ചെയ്യും. അതുകൊണ്ട് കുറച്ച് നേരം ഇട്ടിട്ട് നേരെ എടുത്തിട്ട് നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. എന്നിട്ട് ഒട്ടും പോന്നില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് സാവധാനം നമ്മൾ പൊളിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ പൊളിച്ചെടുത്തേണ്ടിരിക്കുകയാണ്. ആദ്യമേ പൊളിച്ചപ്പോൾ ഒട്ടും പോകുന്നില്ല. പിന്നെ ജസ്റ്റ് നമ്മൾ പൊളിച്ച് നോക്കിയപ്പോൾ കുറച്ച് ഭാഗമായിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും കുറച്ച് നേരത്തെ തത്രപ്പാടിനൊടുവിൽ അത് നന്നായിട്ട് പൊളിച്ചെടുത്തു. എന്തായാലും കുറച്ച് നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിരുന്നു. പക്ഷേ അവർ പൊളിച്ച പോലെയൊന്നും നമുക്ക് പൊളിച്ച് കിട്ടുന്നില്ല. അവർ നേരെ പൊളിച്ചപ്പോൾ തന്നെ മൊത്തത്തിൽ വിട്ടു പോകാനുണ്ടായിരുന്നു. അതുപോലെ ഈ കാലിൻ്റെ അറ്റത്ത് ചില ഭാഗങ്ങളായിട്ട് ഈ കോഴിയുടെ പൂട പോലത്തെ ഇതുണ്ടാകും കേട്ടോ, തൂവൽ ഇരിക്കുന്നുണ്ടാവും. അതും കൂടിയൊക്കെ കളയാൻ നോക്കുക കേട്ടോ. മാക്സിമം ഇത് അഴുക്കിലൊക്കെ നടക്കുന്ന ഇതൊക്കെ കൊണ്ട് മാക്സിമം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ തന്നെ ഫസ്റ്റ് കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാകുകയാണെങ്കിൽ മാത്രം അവർക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് അതിനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. ആദ്യമേ ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന്, ഇപ്പോൾ ഞാൻ കാണിച്ചതെന്നുള്ള ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കും, അളവൊന്നും പറയുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞ് മുളക് ഇട്ടു കേട്ടോ. മുളക് വീട്ടിൽ കാശ്മീരി മുളകും സാധാ മുളകും കൂടി മിക്സ് ചെയ്ത് പൊടിപ്പിച്ച് വെച്ചാണ് ഇട്ടേക്കണത്. അപ്പോൾ അതിൻ്റെ കൂടെ മഞ്ഞപ്പൊടി നല്ലതാണ് കേട്ടോ. നമ്മുടെ ഫുഡിൽ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ അത് മഞ്ഞപ്പൊടി ഇട്ടാൽ പോകുന്നതാണ്. പിന്നെ കുരുമുളകും പെരിഞ്ചീരകം കൂടി ഇട്ടുണ്ട്. പിന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ട്. എരിവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുളകൊക്കെ ഇടുക കേട്ടോ നിങ്ങൾ. അതിലൂടെ നാരങ്ങ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ ഈ നമ്മുടെ വിനാഗിരി എന്ന് പറഞ്ഞ്, നമ്മുടെ നാട്ടിൽ വിനാഗിരി എന്ന് പറഞ്ഞാൽ സുർക്ക എന്നൊക്കെ പറയുന്നുണ്ട്, മലബാറിലൊക്കെ സുർക്ക എന്നാണ് പറയുന്നതെന്ന് തോന്നുന്നു. അതും ചേർക്കുന്നുണ്ട്. എനിക്ക് ഇച്ചിരി വർക്കൊക്കെ ചെറിയ പുളിയുള്ളത് ഇഷ്ടമായത് കൊണ്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇത് രണ്ടും ഒഴിവാക്കാൻ കേട്ടോ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ട്. അതെന്തായാലും ചിക്കൻ കാലിലേക്ക് പുരട്ടുമ്പോൾ വെള്ളത്തിൻ്റെ ചെറിയൊരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ഇത്
ഈ മസാല നമുക്ക് അതിലേക്ക് പുരട്ടി വെക്കാം കേട്ടോ. മസാല പുരട്ടി വെച്ചിട്ട് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെച്ചാലേ മസാല നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ മീൻ വറുക്കുമ്പോഴൊക്കെ പോലെ കുറേ വരയൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാണ്, മാംസം തീരെ കുറവായിരിക്കും. അപ്പോൾ വരയൊന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുക. എന്തായാലും എനിക്കെന്തായാലും ഒരു 10-15 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്തുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്തിട്ട് വേഗം ചെയ്യാനുള്ള ടൈമിൻ്റെ കുറവും കൊണ്ട് നമ്മൾ ഇത് ചെയ്തത്. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു ടൈം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞത് വെക്കാൻ നോക്കുക കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇതെല്ലാം ചെയ്ത് ഇത് മിക്സിയിൽ മൂടി വെച്ചിട്ട് നമ്മൾ ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ചൂടായി വന്ന ടൈം കിട്ടുമ്പോൾ ഒരു 10-15 മിനിറ്റ് മേലെ നമുക്ക് എങ്ങനെയും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഇത് ചെയ്ത് വെച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ആദ്യം ചെയ്ത് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അരിയും ഈ മസാല തേച്ച് വെക്കുമ്പോൾ ആദ്യം തേച്ചിട്ട് അരിയലും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ കുറച്ച് ടൈം നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ ഗ്യാസ് കത്തിച്ചു, പിന്നെ അത് കഴിഞ്ഞ് ചട്ടി വെച്ചു. ചട്ടിയുടെ കളർ കണ്ട ആരും പേടിക്കേണ്ട കേട്ടോ. ഇത് ഇരുമ്പ് ചട്ടിയാണ്. ഇതിന് ഈ കളർ തന്നെ നന്നായിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചട്ടിയാണ് കേട്ടോ. അതുപോലെ ക്യാമറയിൽ കാണുമ്പോൾ അതിൻ്റെ ഇതാണെന്ന് പറയുന്നത് ഒന്നുകൂടി ഡാർക്ക് ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ മുൻകൂട്ടി പറഞ്ഞാണ് കേട്ടോ. അതിലേക്ക് നേരെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ഏറ്റവും നല്ലത്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ മിക്കവാറും മീൻ വറുക്കുമ്പോഴൊക്കെ എണ്ണ ചൂടായി വരുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ആ കറിവേപ്പില കഴിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ മീനിൻ്റെ ഇതും കൂടിയൊക്കെ വന്നു കഴിയുമ്പോൾ ആ കറിവേപ്പിലൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അതെ കറിവേപ്പില ഇട്ടു. നമ്മുടെ വീടുകളിലുണ്ടാകുന്ന കറിവേപ്പിലയാണെങ്കിൽ ഒട്ടും പ്രശ്നമില്ലാതെ നല്ല മണമായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഇതേ ചിക്കൻ കാലും വെച്ച് നന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിനുവേണ്ടി 2 കാലുകളും വെച്ച് കേട്ടോ. അതെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇത്ര അറപ്പാണെങ്കിൽ എന്തിനാണ് ഇത് ചെയ്തതെന്ന്. അറപ്പാണെങ്കിൽ ചെയ്യുന്നത് അത് ചെയ്യാനുള്ളൊരു ഇഷ്ടം കൊണ്ടുമാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ യൂട്യൂബിൽ ഇതുപോലെയൊക്കെ വീഡിയോ ഇട്ട് നിങ്ങൾ ഇതിൽ നെഗറ്റീവായാലും പോസിറ്റീവായാലും അതിലുള്ള കമൻറ്റും അതുപോലെ നിങ്ങൾ കാണുക ഇതൊക്കെ ചെയ്താലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊരു വരുമാനമൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ വീഡിയോ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുന്നവരോട് എനിക്കൊരു ദേഷ്യമില്ല. അവരും ഓരോ കമൻറ്റ് ഇടിയല്ലേ, അവരെ ഇപ്പോൾ ഡിസ്ലൈക്ക് അവരെ ഇതിനോട് റെസ്പോണ്ട് ചെയ്യുമ്പോഴും അവർ കാരണം എനിക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരോട് എനിക്കൊരു പ്രത്യേകിച്ചൊരു ദേഷ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ നെഗറ്റീവ് കമൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം നെഗറ്റീവായിട്ട് കാണുന്നില്ല. ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യണതിൽ വല്ല തെറ്റ് ഉള്ളതിനൊക്കെയാണ് എല്ലാവരും നെഗറ്റീവായിട്ടൊക്കെ പറയുന്നത്. നമ്മുടെ ഭാഗത്ത് തെറ്റുള്ളത് നമ്മൾ അംഗീകരിക്കുക, അത് തന്നെ ചെയ്യണം കേട്ടോ. എന്നും പറഞ്ഞാൽ ആരെയും നമ്മൾ തിരിച്ച് ഒന്നും പറയാനോ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാനൊന്നും നമ്മളില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ശരിയായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അത് തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതെ ഇപ്പോൾ ചട്ടി ചെറുതായതുകൊണ്ടാണെന്ന് തോന്നുന്നു കറക്റ്റ് എല്ലാം. അത് മാത്രമല്ല കാലിങ്ങനെ നിൽക്കണതുകൊണ്ട് കറക്റ്റായിട്ട് ഇത് ചട്ടിയായിട്ട് ഇത് വന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ എണ്ണ എടുത്ത് അതിൻ്റെ മുകളിലൊഴിച്ച് അത് ഒന്നുകൂടി ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് കേട്ടോ. ഈ തരി പോലെ പറയുന്ന അതിൻ്റെ മസാല നന്നായിട്ട് ഫ്രൈ ആയി ഇരിക്കുന്ന മറ്റേ ഫ്രൈ ആയതിൻ്റെ അപ്പോൾ കളറാണ് കേട്ടോ എണ്ണയിൽ ഈ തരിയായിട്ട് കാണുന്നത്. ഇപ്പോൾ റെഡിയാക്കി ഫ്രൈ എടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്ന് വെച്ചാൽ മുഴുവനും എനിക്ക് കഴിക്കാൻ പറ്റില്ല. കറക്റ്റ് നമ്മുടെ ചിക്കൻ കഴിക്കുന്ന ഫീൽ തന്നെയാണ് ഇതിന് കിട്ടണത്. അല്ലാതെ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് വ്യത്യാസം. അത് ബോണും അതിൻ്റെ മജ്ജയും കൂടി വരുമ്പോൾ വേറൊരു ടേസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും ഇത് ഇങ്ങനെ വറുക്കുന്നതിലും നല്ലത് നമ്മൾ നല്ല വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് അതിൽ ഇട്ട് ഡീപ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കരിമുര പോലെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിലെ കറിവേപ്പിലയും ആ എണ്ണ ഭാഗമൊക്കെ വീണൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും മാക്സിമം നമ്മൾ കഴിച്ചു നോക്കി നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം.